ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊട്ടറ്റോ തീയൽ വെച്ചെടുത്തതാണ്. ഈ തീയലിന് നല്ല രുചിയാണ്. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും വെച്ച് നമുക്ക് ഈ തീയൽ ഉണ്ടാക്കിയെടുക്കാം. ഈ തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പൊട്ടറ്റോ തീയൽ ഉണ്ടാക്കുന്നതിന് ഞാനൊരു 3 ഇടത്തരം പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ നമുക്ക് ആദ്യം ഒന്ന് വെന്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വഴറ്റി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ പൊട്ടറ്റോ ആദ്യം ഒന്ന് വെന്തെടുക്കുകയാണ്. തീയലിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ചുരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കത് വറക്കാനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാപ്പീരയുടെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല ചുമക്കെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പൊട്ടറ്റോ വെന്തത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് തീയലുണ്ടാക്കാം. ആ സെയിം പാൻ തന്നെ വീണ്ടും ഞാൻ അടുപ്പിൽ വെച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ സവാള നമുക്കിട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. ഇനി നമ്മൾ ഈ തീയലിന് കടുകൊന്നും വറക്കണ്ട. അതിനാണ് ഞാൻ പൊട്ടറ്റോ വെന്തെടുത്തത്. ടൊമാറ്റോടെയൊക്കെ പൊട്ടറ്റോ ഇട്ടാൽ അത് വേകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ വെന്തെടുത്തത്. വറുത്തെടുത്ത് വെച്ചിരുന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വഴന്നു വന്ന ഈ സവാളയിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. 2 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. വെന്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങിന് ഉപ്പൊന്നും ചേർത്തല്ല. ഈ ഇപ്പം നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ടൊമാറ്റോ ഒക്കെ വഴലുമ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോയും നന്നായിട്ട് വെന്ത് വരും. ഇതിലേക്ക് നമ്മൾ മിക്സി അരപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ആ മിക്സി കഴുകിയ വെള്ളത്തിലൊരു കുറച്ചൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വേകുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് പൊട്ടറ്റോയും ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്തോ നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പൊഴിച്ച് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആ മിക്സി കഴുകിയ ബാക്കിയുണ്ടായിരുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീയൽ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ഈ തീയൽ കൂട്ടി ചോറുമ്പം പച്ചമോരും കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനായിരിക്കും. നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നോക്കി ആവശ്യത്തിന് ഉപ്പും. നല്ല ടേസ്റ്റാണ് ഈ തീയലിന്. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ വെച്ചാൽ ഇതുപോലെ തീയൽ പിന്നെ വെക്കുള്ളൂ. നന്നായിട്ടൊന്നുകൂടെ തിളക്കട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ
ഉരുളക്കിഴങ്ങ് തീയൽ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.